ഇനിയൊരു മലയാളിക്കും കാണുവാൻ കഴിയില്ലാത്തത്രയും ഉയരക്കേമനായിരുന്ന ഒരാന. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരക്കേമനായ നാട്ടാന. അതാണ് കണ്ടംപുള്ളി ബാലനാരായണൻ എന്ന നാണുഎഴുത്തച്ഛൻ ശിവശങ്കരൻ. ചെങ്ങല്ലൂർ രംഗനാഥനായിരുന്നു മലയാളി കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ എക്കാലത്തെയും ഏറ്റവും വലിയ ഉയരക്കേമൻ എന്നാണ് പറയപ്പെടുന്നത്. ഇന്നിപ്പോൾ രംഗനാഥനെക്കുറിച്ച് ഓർക്കുവാൻ നമ്മൾക്ക് മുന്നിൽ ആകെ അവശേഷിക്കുന്നത് ഒന്നോ രണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ മാത്രം. അസാധാരണമായ ഉയരപ്പെരുമയ്ക്കൊപ്പം ആരും കിടുങ്ങുന്ന തനി പോക്കൃത്തരവും ഒത്തുചേർന്നവൻ. കണ്ടംപുള്ളി ആന ഉണ്ടെങ്കിൽ ഉത്സവത്തിടമ്പിലേക്ക് മറ്റൊരാനയും കണ്ണെറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് ഉറപ്പാക്കിയിരുന്ന ഏതാനും പതിറ്റാണ്ടുകൾ. ഒപ്പത്തിനൊപ്പം എന്നത് പോയിട്ട് കണ്ടംപുള്ളി വീരന്റെ തോളൊപ്പം വരെ പോലും മറ്റൊരുത്തനും എത്തപ്പെടില്ലാതിരുന്ന ഒരു കാലഘട്ടം. ആനയുടെ ലക്ഷണങ്ങളെക്കാളും ഒറ്റനോട്ടത്തിലുള്ള ഭംഗിയേക്കാളും തലയെടുപ്പിനേക്കാളുമെല്ലാം അധികം ഇരിക്കസ്ഥാനത്തിന്റെ ഉയരം എന്ന പൊക്കം മാത്രം മാനദണ്ഡമാക്കപ്പെടുന്ന മത്സരപൂരങ്ങളിലായിരുന്നു എന്നും കണ്ടംപുള്ളി വീരന്റെ കത്തിക്കയറലുകൾ. സ്വഭാവത്തിലെ തോന്നിയാസങ്ങളുടെ കൃത്യം പ്രതിഫലനങ്ങൾ എന്ന പോലെ ധാരാളം മയക്കുവെടികളും അവൻ വാങ്ങിക്കൂട്ടിയിരുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം തവണ മയക്കുവെടി പ്രയോഗിക്കപ്പെട്ട ആനകളിലൊന്ന് എന്ന സവിശേഷതയും കണ്ടംപുള്ളി ബാലനാരായണൻ അവകാശപ്പെട്ടതാണ്. കുന്നംകുളത്തിനടുത്തുള്ള പ്രശസ്ത ആനത്തറവാടായ കണ്ടംപുള്ളി തറവാട്ടിലെ പ്രകാശഗോപുരം എന്ന നിലയ്ക്കാണ് ബാലനാരായണൻ പ്രശസ്തനാകുന്നതെങ്കിലും 70കളുടെ ആരംഭത്തിൽ തന്നെ ബീഹാറിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം ഇട്ടാവട്ടം ഭൂമികയിലേക്ക് കൊട്ടും കുരവയുമായി വരവേറ്റത് പട്ടാമ്പി സ്വദേശിയായ ഉദയവർമ്മൻ വക്കീലായിരുന്നു. സമാനതകളില്ലാത്ത ഉയരപ്രതാപത്തിന്റെ തങ്കത്തിളക്കവുമായി മലയാളക്കരയിൽ കാലുകുത്തിയ ആന തന്റെയും കുടുംബത്തിന്റെയും കീർത്തിലോകം മുഴുവൻ എത്തിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയോടെയായിരുന്നു ഉദയവർമ്മൻ വക്കീൽ ഈ ഉത്തുംഗ ശൃംഗത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തിയത്. പട്ടാമ്പി നാരായണൻ എന്നതായിരുന്നു അന്നത്തെ പേര്. പക്ഷേ കണ്ടാൽ കണ്ണു കിട്ടുന്നൊരു ഉന്നത ശീർഷൻ ഞാറ്റുവേലയുടെ നാട്ടിലെത്തിയിരിക്കുന്നു എന്ന വാർത്ത നാലാള് കൂടുന്നിടത്തൊക്കെ അറിയും മുൻപേ ഉത്സവ പറമ്പുകളിൽ ഒരു പേടി സ്വപ്നം അവതരിച്ചിരിക്കുന്നു എന്ന വ്യാഖ്യാനമാണ് ഇവനെപ്പറ്റി ആദ്യമായി മലയാളി മാനസങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇവിടെ എത്തി മാസം 1 തികയും മുമ്പ് തന്നെ കക്ഷി തനിക്ക് മലയാള ഭാഷയും മലയാളിത്തവും പഠിപ്പിച്ചു തന്ന പാപ്പാനെ വകവരുത്തി. അതോടെ തന്നെ ഉദയവർമ്മൻ വക്കീലടക്കമുള്ളവരുടെ ഉള്ളൊന്ന് പിടഞ്ഞു കാണണം. പക്ഷേ ഇതൊന്നും കണ്ട് ഞെട്ടണ്ട, ഞെട്ടാൻ ഇനി ഇരിക്കുന്നതേയുള്ളൂ എന്ന മട്ടിലായിരുന്നു പട്ടാമ്പി നാരായണന്റെ പോക്ക്. പർവ്വതം പോലൊരാന, പച്ചയ്ക്ക് കത്തിക്കാൻ പാകത്തിലുള്ള സ്വഭാവം. അപ്പോൾ നാടായ നാടുകളും ജനങ്ങളായ ജനങ്ങളും കിടുങ്ങി വിറച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കനത്ത ചങ്ങലകളാൽ ബന്ധിതനായ പട്ടാമ്പിയാന ഏതെങ്കിലും ഒരു അമ്പലപ്പറമ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ കുറെ ദൂരെ എത്തുമ്പോൾ തന്നെ ആ ചങ്ങലക്കിലുക്കം കേൾക്കുമായിരുന്നു. പട്ടാമ്പിയാനയുടെ വീറും വാശിയും പിന്നെയും പലവട്ടം പരീക്ഷിക്കപ്പെട്ടു. പലകുറി അവന്റെ കൊമ്പുകളിൽ ചോരപ്പാടുകൾ പതിഞ്ഞു. ഇതിനിടെ ആനയുടെ മല്ലുകൊണ്ട് പൊറുതിമുട്ടിയ വക്കീൽ അവനെ വിൽക്കുന്നു. വാങ്ങിയതോ ഗജപരിപാലന രംഗത്ത് സുദീർഘമായ അനുഭവ സമ്പത്തിനുടമയായിരുന്ന കണ്ടംപുള്ളി ആനത്തറവാട്ടിലെ KT ബാലനും. കണ്ടംപുള്ളി വീട്ടിലെ ബാലന്റെ സ്വന്തമായതോടെ പട്ടാമ്പി നാരായണൻ കണ്ടംപുള്ളി ബാലനാരായണനായി. സ്വഭാവത്തിലെ തോന്നിയാസങ്ങളുടെ കൃത്യം പ്രതിഫലനങ്ങൾ എന്ന പോലെ ധാരാളം മയക്കുവെടികളും അവൻ വാങ്ങിക്കൂട്ടിയിരുന്നു. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം തവണ മയക്കുവെടി പ്രയോഗിക്കപ്പെട്ട ആനകളിൽ ഒന്നാണ് എന്ന സവിശേഷതയും കണ്ടംപുള്ളി ബാലനാരായണൻ അവകാശപ്പെട്ടതാണ്. ഇത്രയും കരുത്തും കയ്യിലിരിപ്പുമുള്ള ഒരാനയെ വഴി നടത്തുമ്പോൾ ഏതു നിമിഷമാണ് തന്റെ ജീവൻ പോലും പൊലിയുക എന്ന പാപ്പാന്മാരുടെ ഉത്ഭവവും ആന വരുത്തിക്കൂട്ടുന്ന നഷ്ടനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഉടമകളുടെ ആശങ്കകളും കാരണമാവാം. പോകെ പോകെ ബാലനാരായണന് തണ്ടും തടിക്കും കാര്യമായ കോട്ടം സംഭവിച്ചു. മാറി മാറി കയറുന്ന പാപ്പാന്മാർ കെട്ടിയഴിക്കൽ എന്ന പേരിൽ ആവശ്യം നടപ്പിലാക്കുന്ന മർദ്ദനങ്ങളും ഭക്ഷണക്കാര്യത്തിലെ നിയന്ത്രണങ്ങളുമൊക്കെ ആവാം ഇത്തരം വാട്ടങ്ങൾക്ക് കാരണം. അവസാന വർഷങ്ങളിൽ ആന ശരിക്കും ക്ഷീണിച്ച് അവശനായിരുന്നു. പക്ഷേ പുരുഷാധിപത്യ സമൂഹത്തോട് നിരന്തരമായ സമരങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഈ ആനയുടെ മനസ്സിലും സ്നേഹത്തിന്റെ നറുനിലാവായി ഇടം പിടിച്ച ചിലരുണ്ടായിരുന്നു, ചില സ്ത്രീകൾ. ഉദയവർമ്മൻ വക്കീലിന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു സഹോദര പത്നിയായിരുന്നു അവന്റെ ഇഷ്ടക്കാരിയെങ്കിൽ കണ്ടംപുള്ളി വീട്ടിൽ ഉടമയായ ബാലന്റെ അമ്മ പാർവതി അമ്മ എന്ന പാറുമുത്തശ്ശിക്കായിരുന്നു ആ സ്ഥാനം. സ്വബോധത്തിൽ തന്നെ നല്ല നേരം നോക്കി അടുത്തു ചെന്നില്ലെങ്കിൽ മനുഷ്യരെ പറപറപ്പിക്കുമായിരുന്ന ബാലനാരായണൻ പക്ഷേ മതപ്പാട് എന്ന നല്ല നട്ടപ്രാന്തിന്റെ ഹാലിളക്കത്തിൽ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന നേരത്തും പാർവമ്മ അടുത്തു ചെന്നാൽ അവൻ ഇത്തിരിയില്ലാത്ത ഒരു കുഞ്ഞിനെ പോലെ വായിൽ വിരലിട്ട് മോണകാട്ടി ചിരിച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കുമായിരുന്നു. അവസാനം ചൂണ്ടൽ മിഷൻ ആശുപത്രിയിൽ തീരെ അവശയായി കിടന്നപ്പോഴും പാർവമ്മ എനിക്കെൻ്റെ മോനെ കാണണമെന്ന് പറഞ്ഞ് അവനെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തി കാണുകയുമുണ്ടായി. അവസാന കാലമായപ്പോഴേക്കും ബാലനാരായണന്റെ ആരോഗ്യസ്ഥിതി ശരിക്കും കഷ്ടത്തിലായിരുന്നു. എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലെ നാണുഎഴുത്തച്ഛൻ ഗ്രൂപ്പ് അവനെ കണ്ടംപുള്ളിക്കാരിൽ നിന്നും സ്വന്തമാക്കിയത്. അതോടെ ബാലനാരായണൻ നാണുഎഴുത്തച്ഛൻ ശിവശങ്കരനുമായി. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരക്കേമനായ നാട്ടാന തങ്ങൾക്ക് സ്വന്തം എന്ന അഭിമാനത്തിനപ്പുറം വലിയ സാമ്പത്തിക ലാഭം ഈ കച്ചവടത്തിൽ നിന്നും അവർ പ്രതീക്ഷിച്ചിരുന്നോ എന്നതും സംശയമാണ്. മാത്രമല്ല എഴുത്തച്ഛൻ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ മികച്ച ചികിത്സകളും പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളും നൽകി അവന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ അവർ കാര്യമായി മനസ്സുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും
തീർത്തും അപ്രതീക്ഷിതമായി പെട്ടെന്നൊരു നാൾ ലോറിയിൽ കയറ്റുവാനുള്ള ശ്രമത്തിനിടെ ബാലനാരായണൻ എന്ന നാണുഎഴുത്തച്ഛൻ ശിവശങ്കരൻ കുഴഞ്ഞു വീണ് അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു. അതെ, ഇനി പുതിയ തലമുറകൾക്ക് മുന്നിൽ ആ ഹിമാലയ രാജനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം. കണക്കുപ്രകാരം 2007 ഡിസംബർ 15 ആ ഗജവിസ്മയം അവസാനിച്ചു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.